لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى صدق الله العلي العظيم كنت يتيما في الصغر وغريبا في الكبر صدق رسول الله صلى الله عليه وسلم الحمد لله سورة الضحى ഇതിലെ ബാക്കി വെച്ച ഭാഗങ്ങളാണ് ഇണ്ട് ഞങ്ങൾ ചെറുതായിട്ട് പഠിക്കുക പോണ്ടേ. അതിലെ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ, അല്ലാഹു തആല നിങ്ങൾക്ക് ധാരാളം തണ്ട നബിയെ, അത് എത്ര തണ്ട ചെന്നെങ്കിൽ അത് തരലോടുകൂടെ നിങ്ങൾ സമ്പൂർണമായി തൃപ്തിപ്പെടുറാറ്, കൊസിപ്പെടുറാറ്. ഇനി അതിരാണ്ടി അപ്പുറം തൃപ്തിപ്പെടുക ಹೋಗಿಲ್ಲ. അത്ര മാത്രം തണ്ട ചെന്നിട്ടു പരിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഷ്ടത്തും ത്യാഗത്തും സഹനവും കൊടുക്കുടെ വലിയ ഫലാണ്. പിന്നത്തെ ആയത്തുങ്ങാണ് ഞങ്ങളൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ ഇന്തു ചെന്നിട്ട് പഠിപ്പാട്ടെ. അലം യജിദിക യതീമൻ ഫആവ, നബിയെ നിങ്ങളെ അല്ലാഹു തആല യതീമായി കണ്ടിട്ടാവുമ്പോൾ നിങ്ങൾക്കും അള്ളാഹു ആശ്രയം തന്നില്ല നബിയെ. അലം യജിദിക, നിങ്ങൾ അള്ളാഹു തആല യതീമായി കണ്ടിട്ടാവുമ്പോൾ ഫആവ, അള്ളാഹു നിങ്ങൾക്ക് വലിയൊരു ആശ്രയം, വലിയൊരു തണൽ അള്ളാഹു തന്നില്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് ഒരു മനുഷ്യ അനുഭവിക്കടെ വലിയ വലിയ കഷ്ടങ്ങൾ, വലിയ വലിയ ത്യാഗങ്ങൾ സഹിച്ച നേതാവാണ്. അതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന്, അതിലും പാതി അല്ലെങ്കിൽ പാതി മാത്രമേ ഞങ്ങളുടെ അല്ലാഹു തആല പരീക്ഷണമായി തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറിയ ജീവിതം, സുബ്ഹാനല്ലാഹ്, ബാപ്പ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയുടെ ബൈത്തിലിക്കുമ്പോൾ മരണപ്പെട്ടു പോയിട്ട്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ആശ്രയം ആണിങ്ങളുടെ ഭാഗത്തിൽ കിട്ടിയത് അബ്ബയുടെ അബ്ബായിട്ടിന്നെ അബ്ദുൽ മുത്തലിബ് അയാളുടെ മുഖേനമാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ ഉമ്മം കൊറിയ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ 6 വയസ്സാകുമ്പോഴാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി പോണ്ടേ. ആ വഫാത്തായിട്ട് 2 വർഷം കലിയനുണ്ട് കണ്ടെങ്കിൽ അത്രത്തോളം നോക്കി ബൽത്തിയെ വലിയ പിറുസത്തിൽ സ്വന്തം പുള്ളിയുടെ നോക്കിക്കൊണ്ടിന്നെ അജ്ജ അബ്ദുൽ മുത്തലിബ് അയാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 8 വർഷം ആവാനുണ്ട് കണ്ടെങ്കിൽ മരണപ്പെട്ടു പോയിട്ട്. അബ്ദുൽ മുത്തലിബ് മരിക്കട നേരാവുമ്പോൾ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുയുടെ മൂത്തോനായിട്ടിന്നെ അബൂ ത്വാലിബ് ചൊല്ലെ ഇനൊരു മോണ്ടെയും വിളിച്ചിട്ട് ഈ അബ്ബയില്ലാത്ത മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലെ മോണ്ടെ നോക്കുകൊള്ള വസിയത്താക്കള്. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബുവത്ത് കിട്ടതോലും അബൂ ത്വാലിബ് അയാളുടെ ആശ്രയത്തിലാണ് വളർന്ന് വലുതായോണ്ട് പണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സഹായം കൊടുത്ത ഒരാളാണ് അബൂ ത്വാലിബ്. പിന്നെ അബൂ ത്വാലിബ് മരണപ്പെട്ടാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുശ്രിക്കീങ്ങ ധാരാളം ഉപദ്രവിക്കിടാറ്, ഭയങ്കരമായ അടങ്ങിറങ്ങെല്ലാം കൊടുക്കിടാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം സഹിക്കിട്. അതുകൊണ്ടാണ് നബി തങ്ങൾ ചെന്ന് കുന്തു യതീമൻ ഫി സിഗർ, നാണ് ചെറിയ പ്രായത്തിൽ ഞാൻ യതീമായിട്ടാണ് വളർന്നത്. വഗരീബൻ ഫിൽ കിബർ,
നക്കൊരു 40 വർഷം 50 വർഷം ആവുമ്പോൾ നാണ് ഒരു റായപുട്ടെ പരദേശിയായിട്ടാണ് നാണ് വളർന്നു വന്നത്. ചെറിയ പ്രായത്തിൽ യതീമാവുടതും ബലിയാവുമ്പോൾ സ്വന്തം റായം ബുടനായ ഒരവസ്ഥ പണ്ടത് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖം, വലിയ ബേജാറുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരെല്ലാം വലിയ ദുഃഖങ്ങൾ, സഹനങ്ങൾ, ബേജാറുകളെല്ലാം സഹിച്ചിട്ട് നബിതങ്ങൾ ആ ബേജാറെല്ലാം പോസിറ്റീവായി കണ്ടിട്ട് നബിതങ്ങൾ പിന്നാക്കിക്കൊണ്ടിരുന്ന സ്വറ യതീമീങ്ങളെ പ്രസംബിക്കുന്നതാണ്. എവിടെല്ലാം യതീമീങ്ങ കണ്ടാറ അവിടെയെല്ലാം അങ്ങു എന്തെല്ലാം ಬೇಡಿಕೆಂಗ ಉಂಡ ಅದು ആക്കിക്കൊടുക്കുന്ന സ്വറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നാക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ധാരാളം ഹദീസിൽ യതീമീങ്ങളെ മഹത്വം ചൊല്ലത് കാണുക സാധിക്കുന്നു. മൻ ളമ്മ യതീമൻ വകാന ഫീ നഫഖതിഹി വകഫാഹു മുഊനതുഹു കാന ലഹു ഹിജാബൻ മിനൻ നാർ. ഒരു യതീമായ മോൻ്റെ ഒരാൾ കൂട്ടിപ്പിടിച്ചിട്ട് അവൻ്റെ ജീവിതത്തിന് വലിയൊരു ആശ്രയം കൊടുക്കൂടാണ്ട് കണ്ടെങ്കിൽ ആ യതീമുടെ കാരണം കൊണ്ട് അല്ലാഹു തആല ഈ ആളുക്ക് നരകത്തെ തൊട്ടുള്ള വലിയൊരു തട കൊടുക്കുക എന്നിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒമൻ മസഹ ബിറഅസി യതീമിൻ കാന ലഹു ബികുല്ലി ശഅറത്തിൻ ഹസന. ഒരു യതീമായ ചെറുക്കടെ കാണുമ്പോൾ ആ ചെറുക്കടെ കണ്ടിട്ട് നക്ക് അല്ലാഹു തആല ആയസിട്ട് തന്ന ഈ മോൻ്റെ അബ്ബക്ക് അല്ലാഹു തആല എത്രയും വേഗം മരണം കൊടുത്തല്ലേ, ആ നിഅമത്ത് ഓർക്കലോട് കൂടെ ഒരു യതീമായ ചെറുക്കടെ തലക്കിങ്ങനെ കൈവയ്ക്കിടാണ്ട് കണ്ടെങ്കിൽ, അത് ഞങ്ങളെ മനസ്സിലുള്ള കാരുണ്യത്തോടു കൂടെ ഞങ്ങൾ കൈവച്ചാണ്ട് കണ്ടെങ്കിൽ, ആ നിൻ്റെ കൈയുടെ അടിഭാഗത്തേക്ക് തട്ടുന്ന ഓരോ മുടിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു 10 ഹസനാത്തുങ്ങാണ് അല്ലാഹു തആല തണ്ട്. അത്ര വലിയ മഹത്വം യതീമായ മക്ക കൊണ്ടു. യതീമു ചെന്നെങ്കിൽ ഉണ്ട് ചിലപ്പോൾ പലരും 30 വയസ്സായിട്ടും ഞാൻ യതീമുണ്ട് ചൊല്ലെ, 60 വയസ്സായിട്ടും യതീമുണ്ട് ചൊല്ലങ്ങ് ഉള്ളാറ്. യഥാർത്ഥത്തിൽ യതീമു ചെന്നെങ്കിൽ അവനുക്ക് പ്രായപൂർത്തിയാവിടെ മുന്നോലായിട്ട് അബ്ബ മരിച്ച മക്കുകയാണ് യതീമു ചൊല്ലെ. സാധാരണ ഒരു 15 വർഷത്തെ മുന്നലു ഒരു കിടാവുക അബ്ബ നഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടെങ്കിൽ അവനുകാണ് യതീമു ചൊല്ലെ. ഉമ്മ നഷ്ടപ്പെട്ടെങ്കിൽ യതീമുണ്ട് ചൊല്ലില്ല, അബ്ബ നഷ്ടപ്പെട്ടെങ്കാണ് യതീമുണ്ട് ചൊല്ലെ. ആ യതീമുക്ക് വലിയ മഹത്വമാണ് പരിശുദ്ധമായ ഇസ്ലാം കൊടുത്തത്. ആ യതീമുടെ ചെലവർത്ത നോക്കറാണ്ട് കണ്ടെങ്കിൽ നാളെ നരകത്തിൽ രക്ഷപ്പെടുക അത് മയ്യിട്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യതീമുടെ തല ഒന്നിങ്ങനെ പോയിട്ട് പൂഞ്ഞേണ്ട് കണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു, നിങ്ങളുടെ മനസ്സ് ക്ലിയറാവുകയുള്ള ഏറ്റവും നല്ല തെരുവാണ് അത്. അതോടുകൂടെ നിങ്ങളെ ആ കൈക്ക് തട്ടിയ ഓരോ മുടിക്ക് പകരം അല്ലാഹു തആല 10 ഹസനാത്ത് നിങ്ങൾക്ക് തണ്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല എന്ത് യതീമാക്കിയ ചൊല്ലറു ക്വസ്റ്റൻ അവിടെയുണ്ട്. അലം യജിദിക യതീമൻ ഫആവ. നബി തങ്ങളെ യതീമാക്കിയത് അല്ലാഹുവാണ്. യതീമാക്കിയിട്ട് വലിയൊരു ആശ്രയം കൊടുത്തത് അല്ലാഹുവാണ്. എന്തിനാണ് നബി തങ്ങളെ അല്ലാഹു യതീമാക്കിയത്? വലിയ കാരണമാണ് മഹാന്മാർ പടിപാട്ടിത്തണ്ടേ. ഒരു മനുഷ്യക്ക് അല്ലാഹു തആല വലിയ സ്ഥാനങ്ങം പദവിങ്ങം കൊടുക്കുക പേർച്ചാണ്ട് കണ്ടെങ്കിൽ അവിടെ പിന്നെ ഒരാളെ ആശ്രയത്തെ അഗത്യമില്ല, ഒരാളെ ഡിപ്പെൻഡ് അവിടെ അഗത്യമില്ല, ഒരാളെ കൂടെ അല്ലാഹു ഉണ്ടാ. മൻ കാന അല്ലാഹു മഅഹു മൻ കാന മഅല്ലാഹി കാന അല്ലാഹു മഅഹു. അല്ലാഹുടെ കൂടെ ഒരാൾ നിക്കുക പേർച്ചാണ്ട് കണ്ടെങ്കിൽ പിന്നെ അവൻ്റെ കൂടെയാണ് അല്ലാഹു നിൽക്കടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ പടച്ച റബ്ബുമായി മുട്ടാവുക നോക്കിയ മനുഷ്യരുണ്ട് ഈ ലോകത്ത്. അതുകൊണ്ട് അല്ലാഹു തആല നബി തങ്ങളെ ഏറ്റെടുത്ത ഒരു മനുഷ്യരുടെ കയ്യിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തമായ ഒരു അധികാരം കൊടുക്കാണ്ട് നബി തങ്ങളെ തർബിയത്ത് നേരിട്ടാക്കിയ
രാജാവാണ് അല്ലാഹ്. ഒരു വേള അബ്ബ ഇന്നിട്ട് നബി തങ്ങൾക്ക് വലിയൊരു പദവി കിട്ടിയിട്ടുണ്ട് കണ്ടെങ്കിൽ പലരും ചൊല്ലന്താറ് അത് കുടുംബ ബന്ധത്തിലാണ് അബ്ദുള്ളക്ക് വലിയൊരു മഹത്വമിന്ത്, അതുകൊണ്ട് അയാളെ മോനകും മഹത്വം കിട്ടിപ്പോയിത്ത് എന്ന് ചൊല്ലുവാർ. അല്ലെങ്കിൽ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുക്ക് വലിയൊരു മാലിന്ത് സമ്പത്തിന്ത്, ആ സമ്പത്തിന് ആളായി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നതുകൊണ്ട് അങ്ങനെയാണ് നബി തങ്ങൾക്ക് മഹത്വം കിട്ടിയേണ്ട പലരും ചൊല്ലന്താറ്. ഇങ്ങനെ തുടങ്ങിയ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അബ്ബമ്മ തിന്നേണ്ട കണ്ടെങ്കിൽ പലരും അതേ ആ അബ്ബമ്മകു പല വിഷയങ്ങൾ ചേർപ്പാട്ട് ചൊല്ലന്താറ്. അല്ലാഹു തആല കട്ടാക്കി വെച്ചാ ഈ അബ്ബമ്മടെ കൊണ്ടല്ല നബി തങ്ങൾക്ക് ഇത്രയും വലിയ മഹത്വം കിട്ടിയേ, ഈ അബ്ബമ്മടെ കൊണ്ടല്ല നബി തങ്ങൾക്ക് നബൂവത്ത് കിട്ടിയേ. എല്ലാം കൊടുത്തത് അല്ലാഹുവാണ്. അല്ലമനീ റബ്ബീ, നക്ക് പടിപാട്ടിയോണു അല്ലാഹുവാണ്. വാദ്ദബനീ, നാനെങ്ങനെ മനുഷ്യന്മാരെ മുന്നൊരുപേനു, നാനെങ്ങനെ സമൂഹത്തെ മുന്നൊരുപേനു, നാനെങ്ങനെ ഔത്തുലുപേനു, നാനെങ്ങനെ യാത്രലുപേനു ചൊന്നിട്ട് നക്ക് എല്ലാ മര്യാദകളും പടിപാട്ടി തന്നത് അല്ലാഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പടിപാട്ടി തണ്ട് മുഅ്മിനീങ്ങളെ. പിന്നെ മഹാന്മാർ പിന്നെയും ചൊന്നാറ് നബി തങ്ങളെ യതീമുണ്ട് ചൊന്നെങ്കിൽ അത് ബാക്കിയുള്ള ആളുമാർക്ക് ന്യൂന്യത്താണ്ട് കണ്ടെങ്കിൽ ഒരു ചെറുക്ക യതീമായിട്ട് വളർന്ന ചൊല്ലത് ആ ചെറുക്കുള്ള ഐബ് ഉണ്ട് കണ്ടെങ്കിൽ നബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഐബല്ല. നബി തങ്ങൾക്കത് വലിയൊരു ക്രെഡിറ്റാണ് മോമിനീങ്ങളെ, അത് വലിയൊരു പോസിറ്റീവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ബഹുമാനത്തെ വിഷയത്തിൽ ഇസ്സത്തെ വിഷയത്തിൽ നബി തങ്ങളെ പോലെ തുല്യമായ ഒരാളില്ല. നിങ്ങൾ നോക്കറൂ, സാധാരണ ഒരു അബ്ബ ഉമ്മ ഇല്ലാണ്ട് വളർന്നു പണ്ട് മക്കങ്ങയില്ലേ, ആ മക്കങ്ങ ഏത് നിലക്കാണ് വളർന്നു പണ്ട് അങ്ങ് പടിപാട്ടകും അങ്ങളെ കേക്കും ആളില്ലാത്തത് കൊണ്ട് പല യതീമായ മക്കം വളർന്നു പണ്ടത് പോക്രിയായിട്ടാണ്, പലരും തെരുതപ്പിട്ടാണ്, പലരും അതേ എന്തും കൊന്തില്ലാണ്ടയാണ് വളർന്നു പണ്ട്. അതേ സമയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യതീമായി ആരെടലാണ് വളർന്നു പണ്ട് മോമിനീങ്ങളെ. എപ്പോഴും കള്ള് കുടിച്ചോണ്ടിന്ന മനുഷ്യന്മാരിടൽ, എപ്പോഴും അതേ വിഗ്രഹങ്ങളെ മുന്നൊരു പോയിട്ട് സുജൂദിട്ടോണ്ടിന്ന മനുഷ്യന്മാരിടൽ, എപ്പോഴും അതേ പെണ്ണിടെ അഡിക്റ്റായിട്ടിന്ന മനുഷ്യന്മാരിടൽ, യതീമായി കേൾക്കുകയും പിടിക്കുകയും ഒരാളുമില്ലാത്ത ആളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നു വന്നത് ഒരു കള്ളുടെ കുപ്പി തൊടാണ്ടയാണ്, ഒരു പെണ്ണിടെ മുഖം നോക്കാണ്ടയാണ്. അത് നബി തങ്ങളെ സംശുദ്ധതയാണ് മുഅ്മിനീങ്ങളെ. അതാണ് ഫകുന്ത ബൈനൽ ഖൗമി മഅസൂമൻ മഹറൂസാ. സർവ സാഹചര്യങ്ങളും സർവ എല്ലാ ചാൻസസും ഇന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരേ ഒരു ന്യൂനത്തെ കാട്ടുകില്ലാത്തതുപോലെ മഅസൂമായ നിലക്കാണ് നബി തങ്ങളതേ ആ മനുഷ്യന്മാരുടെ വളർന്നു പണ്ടേ. ഇങ്ങനെ നബി തങ്ങൾക്ക് ഒരു കാവൽ കൊടുത്തവനാറ് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആലയാണ്. അത് അബ്ബുമ്മ ഇന്നില്ലെങ്കിലും അള്ളാഹുടെ മുഖാന്തരം പ്രൊഡക്ഷൻ കിട്ടിയത് കൊണ്ട് ഈ ലോകത്ത് തുല്യതയില്ലാത്ത ആളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറിപ്പോയി. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ, യതീമായി വളർന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിട്ടിയ കുറേ ഫായിദങ്ങ നബി തങ്ങ യതീമുടെ ഖദറിങ്ങ മനസ്സിലാക്കിയത്. ഒരു യതീമ് കൊണ്ട് അവിടെ നൊമ്പലങ്ങ നബി തങ്ങൾ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ അത് മനസ്സിലാക്കുക സാധിച്ചിട്ട്. എന്തേ കാരണം നന്റെ പേരുള്ള ആളാണ്. അതേപോലെയല്ലേ മുഅ്മിനീങ്ങളെ, നബി തങ്ങൾക്കുള്ളൊരു വസ്ഫല്ലേ നബി തങ്ങൾ യതീമായിട്ട് ചൊല്ലത്. ആ യതീമായതിന്റെ പേരിലും നബി തങ്ങതെ ബഹുമാനിക്കുക ചൊന്നില്ലേ. ആ കാരണം കൊണ്ട് പലർക്കും ഇവിടെ ബഹുമാനം കിട്ടിയോണ്ടില്ലേ. അത് നബി തങ്ങളെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ ലോകത്ത്. മഹാന്മാർ പിന്നെയും ചൊന്നാറ്, ഒരാൾക്ക് അബ്ബ ഉമ്മ ഉണ്ട് കണ്ടെങ്കിൽ പിന്നെ അയാൾ എല്ലാ വിഷയത്തിലും ഡിപ്പെൻഡ് അവിടെ സ്വന്തം അബ്ബ ഉമ്മയുടെ മേലിലാണ്.
എല്ലാ വിഷയം കേട്ട് പഠിക്കിടതും നോക്കിടതും ചിരിക്കിടതും കളിക്കിടതും അബ്ബം പട നോക്കിയിട്ടാണ് മക്ക. അല്ലാഹു തആല ആ രണ്ട് അബ്ബം പടമേ ഇല്ലാണ്ടാക്കിയ എന്ത് ചെറിയ പ്രായം മുതലേ ഇനി അവസാനം മരിക്കിടത്തോലും ആരെ മേലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാണല്ലാണ്ട് ഒരാളെ മേലും ഡിപ്പെൻഡ് ആവുക. അത് കാരണം കൊണ്ട് ചെറിയ പ്രായത്തിലെ അബ്ബുമട അല്ലാഹു തആല നബി തങ്ങൾ എടുത്തു വിട്ട. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയ പ്രായത്തിലെ സുബ്ഹാനല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പോലെ വളർന്നു വന്ന മഹാനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പലപ്പോഴും ചൊല്ലുണ്ട്, ഹസ്ബി മിൻ സുആലി ഇൽമുഹു ബിഹാലി. അല്ലാഹുട്ടനാണ് കേക്കടകത്യം എന്തുകൊണ്ടു നന്റെ എല്ലാ റിക്വസ്റ്റും അറിയിടണല്ലേ അല്ലാ, നന്റെ എല്ലാ ഹാലുകം അറിയിടണല്ലേ അല്ലാ. ഇതുപോലത്തെ അവസ്ഥക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിപ്പോയിട്ട് മറിയം ബീബി റളിയല്ലാഹു അൻഹാ സുബ്ഹാനല്ലാഹ് ആ മഹദി പള്ളിയുടെ റൂമിലിക്കുന്ന ടൈമിലു അതേ അബ്ബയായ ഇമ്രാൻ നബി അലൈഹിസ്സലാം എന്ന് കേട്ടില്ലേ, അന്നാലക്കി ഹാദാ മറിയമേ എനിക്ക് എവിടെയാണ് ഈ ഫ്രൂട്ട്സ് കിട്ടിയോണ്ടുള്ളേ, ആരാരും പറകാവാത്ത ജാഗത്തിൽ എവിടെയാണ് നിക്ക് ഈ ഫ്രൂട്ട്സ് കിട്ടിയോണ്ടുള്ളേ. മഹദി ചൊന്നുല്ലഹു മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുടെ മുഖാന്തരാണ് നക്ക് കിട്ടിയോണ്ടുള്ളേ. ഇതുപോലെയുള്ള അതിറാണ്ടി അപ്പുറമുള്ള സ്ഥാനത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിപ്പോയിട്ട് ഒരു വിഷയത്തും അബ്ബമ്മടെ ഡിപ്പെൻഡ് അവിടെ അകത്യം നബി തങ്ങൾക്ക് വന്നില്ല. ചെറിയ പ്രായത്തിൽ അങ്ങ് നഷ്ടപ്പെട്ടു പോയാർ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ യതീമിത്വം കിട്ടിയത് കൊണ്ട് ഇനിയൊരു മനുഷ്യന്മാരെ അഡ്വൈസിങ് എടുക്കണായ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നബിതങ്ങളതായ സംശുദ്ധത അല്ലാഹു തആല ഇട്ട് കൊടുത്താ. സുബ്ഹാനല്ലാഹ്. ചെറിയ പ്രായത്തിലെ അല്ലാഹു തആല നബിതങ്ങൾ പടിപ്പാട്ടി കൊടുക്കുക തുടങ്ങിയ, അത് പടിപ്പാട്ട് കൊടുക്കുക തുടങ്ങിയ ഈ യതീമു ചൊല്ലത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഐബായിട്ടും വലിയൊരു ന്യൂനതയായിട്ട് ഞങ്ങൾ കണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യതീമാവലോട് കൂടെ ഈ ലോകത്തിൽ ഏറ്റവും മുന്തിയ ഏറ്റവും സൂപ്പറായ ആളായിട്ട് തീർത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഅ്ജിസാത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടൊരു മുഅ്ജിസാത്ത് ചെന്നിട്ട് മഹാന്മാർ ഞങ്ങൾ പടിപ്പാട്ടി തണ്ടാർ. പിന്നെയാണ് ഖുർആൻ ഞങ്ങളൊട്ടിക്ക് ചൊല്ലെ അലം വവജദക ളാല്ലൻ ഫഹദാ. നബിയെ നിങ്ങൾ യതീമായിട്ട് ഞങ്ങൾ കണ്ടിട്ടാവുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ആശ്രയം ഞങ്ങൾ തന്ന. വവജദക ളാല്ലൻ ഫഹദാ. നബിയെ നിങ്ങളെ തേടുന്ന ആളായിട്ട് ഞങ്ങൾ കണ്ട. എന്തരയാണ് നിങ്ങൾ തേടേ? നിങ്ങൾക്ക് കുറേ ഗൊന്തില്ലാത്ത വിഷയങ്ങൾ ഇന്ത് അതൊരു അന്വേഷണാക്കുന്ന ആളായിട്ടാണ് ഞങ്ങൾ കണ്ടേ. ഫഹദാ. അങ്ങനെ കണ്ടിട്ടാവുമ്പോൾ അല്ലാഹു തആല അതെല്ലാം നിങ്ങൾക്ക് പടിപാടി തന്ന. വവജദക ളാല്ലൻ. നബിയെ നിങ്ങളൊരു അന്വേഷിയായിട്ടാണ് ഒരു റിസർച്ചറായിട്ടാണ് അല്ലാഹു തആല കണ്ടേ. അത് കണ്ടിട്ടല്ല മനസ്സിലാക്കിയ. എന്നിട്ട് ഫഹദാ നിങ്ങൾക്ക് ബേനായ സകല ഇൽമും അല്ലാഹു തആല തന്ന. അതാണ് ശരീഅത്ത് ഹുക്കുമങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് പടിപാട്ടി തണ്ടേ. ആദ്യകാലത്ത് ഒന്നും ഗുന്തിന്നില്ലെങ്കിലും പിന്നെ അതാ അല്ലാഹു തആല ഇത്രയും ഇൽമുടെ ಬಗ್ಗೆ ആശയുള്ള അതിനെ തേടി നടക്കടെ ഒരാൾക്ക് സകല ഇൽമും പടിപാട്ടി കൊടുക്കൂടെ. ഒരർത്ഥം അങ്ങനെയാണ്. രണ്ടാമത്തെ അർത്ഥം മഹാന്മാർ ചൊന്നാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുലകുടിക്കട വയസ്സിൽ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹാ ഈ ചെറിയ മോൻ്റെ വെറുനാൾ കാണാണ്ടായി പോയിട്ട് തേടിയോണ്ട് വല്ലാണ്ട് ബേജാറായി പോയിട്ട് അങ്ങനെ പോയി മക്കത്തിലതേ എല്ലാവരും ആരാധിച്ചുകൊണ്ടിരുന്ന ഹുബൽ ചൊല്ലൊരു വിഗ്രഹമുണ്ട്. അതര മുട്ടം പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് പോയെ. അപ്പോഴാണ് എല്ലാ വിഗ്രഹങ്ങളും പൊലിഞ്ഞിട്ട് ബോൾഡത് ഈ മഹദി കണ്ടേ. എന്നിട്ട് അവിടെ ഒരു ശബ്ദം ഈ മഹദി കേക്കിട്, ഇന്നമാ ഹലാക്കുനാ ബിയദി ഹാദാ സ്വബീ. ഈ ചെറിയ മോൻ്റെ കാരണം കൊണ്ട്
നമുക്കെല്ലാവർക്കും നാശം സംഭവിച്ചു പോയിട്ട്. മുലകുടിക്കട ചെറിയ കിടാവു ഹലീമത്തു സഅദിയ ചൊല്ല പെണ്ണിങ്ങു അതേ മുണ്ടാത്ത ഭാഷയിൽ ഹിദായത്ത് കൊടുത്തുകൊണ്ടുണ്ടു. ആ ചെറിയ കിടാവിടെ കാരണം കൊണ്ട് മക്കത്തിലുള്ള സർവബിംബങ്ങം തലകുത്തി പോന്തുണ്ടാണ്. മഹാനായ മഹദിയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ അത്ഭുതപ്പെട്ടു പോയിട്ട്. പിന്നെയാ സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുദ്ദായി ചന്തു വവജദക ളല്ലൻ ഫഹദാ ചൊല്ലായത്തിറങ്ങിട്ടാവുമ്പോൾ നബി തങ്ങൾ ചന്തു വവജദക ളല്ലൻ. അല്ലാഹു നബിയെ നിങ്ങൾ അതേ ളല്ലായിട്ട് അല്ലാഹു നിങ്ങളെ മനസ്സിലാക്കിയ ചൊന്നെങ്കിൽ നിങ്ങൾ അവർക്ക് കാണാണ്ടായിന്നാറ് ഫഹദാ നിങ്ങൾ അല്ലാഹു തആല എത്തുപാട്ട് ജാഗത്തികത്ത് പാട്ടിയ കാണാണ്ടായിന്നാറ് നിങ്ങളെ കാണുപാട്ടി കൊടുത്തത് അല്ലാഹുവാണ്. ആ സംഭവം നബി തങ്ങൾ ചൊല്ലു. അതേ നാണ് അബ്ദുൽ മുത്തലിബ് നൻ്റെ അബ്ബടെ അബ്ബയില്ല അബ്ദുൽ മുത്തലിബ് നൻ്റെ നോക്കിയോണ്ടിക്കറ ടൈമുലു നാണതേ വർക്ക് കാണാണ്ടായിന്ന്. അതേ സുബ്ഹാനല്ലാഹ് കാണാണ്ടായിട്ട് നക്ക് വല്ലാണ്ട് പൈക്കൊക്കെ തുടങ്ങിത്ത് ആ പൈപ്പ് മാത്തിയാറായി പോയിട്ടുണ്ട് കണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോവന്ത. അങ്ങനെ പൈക്കൊക്കെ തുടങ്ങിത്ത് ആ പൈക്കൊക്കെ തുടങ്ങിയിട്ടാവുമ്പോൾ അല്ലാഹു തആല ചെറിയ വയസ്സുള്ള നാണ് നൻ്റെ അതേ അജ്ജയായിട്ടുള്ള അബ്ദുൽ മുത്തലിബ് കാട്ടിക്കൊടുത്ത അബ്ദുൽ മുത്തലിബ് സുബ്ഹാനല്ലാഹ് ഈ പുല്ലി ഉറുദുഹു റബ്ബി വസ്തനി ഇന്ദി യദാ. നൻ്റെ മോനായ മുഹമ്മദിനക്ക് തിരിച്ചു തരണു അല്ലാ, എവിടെ ഒന്നെങ്കിലും നീ കാട്ടി തരണു അല്ലാ. ഈ ബൈത്തിങ്ങനെ കാബത്തെ കില്ലയും പിടിച്ചിട്ട് അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ പാടിയോണ്ടിരിക്കുമ്പോഴാണ് അബൂജഹൽ സ്വന്തം ഒണ്ടലതേ നബിതങ്ങളതെ പാട്ടിയോണ്ട് പണ്ടേ വബൈന യദൈഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെ ഏറ്റവും ഫസ്റ്റ് റൈഡറായിട്ട് കാണ്ട നബിതങ്ങളാണ്. അബൂജഹലിൻ്റെ മുന്നോലത്തെ സീറ്റിൽ അതേ നബിതങ്ങൾ തെച്ചിട്ടുണ്ടു. വന്ന് അബൂജഹൽ ചൊന്ന ലാ നദ്രി മാദാ നറാ മിൻ ഇബ്നിക്, നിന്റെ മോനിൽ എന്തെല്ലാം നിങ്ങൾ കണ്ടുപോയാ നക്കെന്തും തലക്ക് പോയോണ്ടില്ല. അപ്പം അബ്ദുൽ മുത്തലിബ് കേട്ടിട്ട് എന്തിനു നിങ്ങൾ കണ്ടാറ് വാങ്ങാനുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. محمد وعلى آل سيدنا محمد اللهم رب هذه الدعوة التامة والصلاة القائمة محمد
ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അബൂജഹലിട്ട് കേട്ട് അങ്ങനത്തെ എന്തിനാ നിങ്ങൾ കണ്ടാറ്? ഖാല ഇന്നി അനഖ്തുന്നാഖത വഅർകബ്തുഹു മിൻ ഖൽഫി. നാണ് ഒണ്ടയുടെ വകുപാട്ടിട്ട് ഈ തെരുള് കിട്ടിയ ഈ ചെറുക്കടെ ഒണ്ടയുടെ പെരോത്ത സീറ്റിൽ ഞാൻ ദൈപ്പാട്ടിട്ട് അബത്തിൻ നാക്കത്തു അൻ തക്കൂമ. ഈ ഒണ്ട എനിക്കോ കേട്ടുണ്ടില്ല. ഫലമ്മാർക്കബ്തുഹു അമാമി. എതിർന്ന സീറ്റിൽ ഈ ചെറിയ ചെറുക്കടനാണ് ദൈപ്പാട്ടിട്ടാവുമ്പോൾ കാമത്തിൻ നാക്കത്തു ആ ഒണ്ട അതാ എഞ്ചിനെടുത്ത് അന്നന്നാക്കത്ത തക്കൂലു ആ ഒണ്ട യന്ത്രമാനണ്ടിട്ടിക ചൊല്ലതുപോലെയുണ്ടു. നാണ് മനസ്സിലാക്കിയ എന്തിനെയാണത് ചൊന്നുകൊണ്ടുള്ളേ? യാ അഹ്മക്, ഓ പെദ്ദ, ഹുവൽ ഇമാം, നിന്റെ ഈ ഫസ്റ്റ് സീറ്റിൽ ഈ കിടക്കിടാവില്ലേ, ഇത് ഒരു കാലത്ത് ലീഡറാവുക പോണ്ട കിടാവാണ്. ഫകൈഫ യഖൂമു ഖൽഫൽ മുഖ്തദീ, ഈ ലീഡറായ എനിക്കിടക്കിടാവിടെ എങ്ങനെയാണ് നീ ബാക്കിൽ ദൈപ്പാട്ടേ? നീ എങ്ങനെയാണ് എതിർ ദൈക്കിടേ? നീ ആ ലീഡറെ ഫോളോ ആക്കണായ അനുയായിയല്ലേ? അനുയായി ബാക്കിലല്ലേ ദൈക്കുവനായ, ലീഡർ എതിർലല്ലേ ദൈക്കുവനായ ചൊന്നതുപോലെയുണ്ടു. ആ വണ്ടയുടെ ഭാഷനാണ് മനസ്സിലാക്കിയ മുഅ്മിനീങ്ങളെ. ഒരു സംഭവം ഞങ്ങൾ മനസ്സിലാക്കണു. മൂസാ നബി അലൈഹിസ്സലാം ഒരു കാലത്ത് സ്വന്തം ഉമ്മ മൂസാ നബി അലൈഹിസ്സലാമുടെ ഒരു പെട്ടിയിലാക്കിയിട്ടൊരു നദിയിൽ വിട്ടുള്ളേ, ഒരു പൊഴൽ വിട്ടുള്ളേ. ആ പൊഴൽ പോയ പെട്ടി എത്തിപ്പെട്ടത് ആരൗത്തുകാണ്? ഫിർഔന്റെ ഔത്തുകല്ലേ. എന്നിട്ട് ഫിർഔന്റെ ഔത്തിൽ വളർന്നിട്ടല്ലേ മൂസാ നബി അലൈഹിസ്സലാമുടെ ദീൻ പ്രചരിപ്പിക്കടേ. ശത്രുയുടെ ഔത്തിൽ നിന്നിട്ട് പോലും ഫിർഔന് കൊന്നും ആക്കുകയില്ലല്ലേ. ഇതുപോലെയുള്ള സംഭവം നബിതങ്ങുമുണ്ടു. ചെറിയ പ്രായത്തിൽ അബൂജഹലിന്റെ എതിർ സീറ്റിലാണ് നബിതങ്ങൾ തെച്ചോണ്ടു അബ്ദുൽ മുത്തലിബിയുടെ കൈക്ക് എത്തിപ്പെടേ. അണ്ടതേ ശത്രു കൊന്നും നബിതങ്ങളാക്കുകയായിട്ടില്ല. ആ ശത്രുയുടെ കൈയുടെ തൊട്ട് രക്ഷപ്പെടുത്തിയവനാരാണ്? വവജദക ളാല്ലൻ ഫഹദാ, അല്ലാഹുവാൻ. വവജദക ളാല്ലൻ, നബിയെ നിങ്ങ തപ്പിപ്പോയിന്നാർ. ഫഹദാ, നിങ്ങളെ അബ്ബുക്ക് എത്തുപാട്ടിയെ, അല്ലെങ്കിൽ നിങ്ങൾ അബ്ബയുടെ അബ്ബയായ അബ്ദുൽ മുത്തലിബിയുടെ കൈക്ക് എത്തുപാട്ടിയത് ആര്? അല്ലാഹുവാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ അബൂജഹലിന്റെ ഗരടിയിലിക്കന്താർ. സുബ്ഹാനല്ലാഹ്. ഖദീജ റളിയല്ലാഹു അൻഹാ ആ മഹദിയുടെ ബിസിനസ്സുക പോണ്ട യാത്രാ സംഘത്തെ കൂടെ നബിതങ്ങൾ പോകുമ്പോൾ നബിതങ്ങളെ വണ്ടടെ ചാലക്കായിട്ടിന്ന മനുഷ്യ ഉള്ള കാഫിറായ മനുഷ്യ ആ വണ്ടതെ തെരുടെ നടുലെത്തുമ്പോൾ തപ്പിപ്പോയിട്ട് അവിടെ അതാ ജിബ്രീൽ അലൈഹിസ്സലാമുടെ അല്ലാഹു തആല മനുഷ്യരൂപത്തിലിറക്കിയിട്ട് ആ യാത്ര പോണ്ട സംഘത്തൊട്ടിಗೆ നബിതങ്ങളെ വണ്ടടെത്തു പാട്ടിയ. അതാണ് വവജദക ളാല്ലൻ ഫഹദാ. ഖുർആന്റെ ഒരു ആയത്ത് പല ചരിത്രങ്ങളുടെ സൂചനയാണ് മുഅ്മിനീങ്ങളെ, പല ആശയത്തുകളുടെ സൂചനയാണ്. അത് വെറും ഒരർത്ഥത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. വല്ലാത്ത ആയത്താണ് വവജദക ളാല്ലൻ ഫഹദാ. നബി തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത വലിയ നിഅമത്താണത്. സുബ്ഹാനല്ലാഹ്. ഇനി ഒരർത്ഥം മഹാന്മാർ ചൊന്നാറ് വവജദക ളാല്ല, അല്ലാഹു തആല നബിയെ നിങ്ങളെ മനസ്സിലാക്കിയ ളാല്ലൻ, നിങ്ങളെ ഹൈറാനായിട്ടുള്ള ആറുണ്ട് ചൊന്നിട്ടല്ല മനസ്സിലാക്കിയ. ഫഹദാ, അപ്പ മനസ്സിലാക്കിയിട്ടാവുമ്പോൾ അല്ലാഹു തആല നബിയെ നിങ്ങൾക്കൊരു നല്ലൊരു തെരു കാട്ടിത്തന്ന, നിങ്ങൾ അല്ലാഹു തആല ശക്തിപ്പെടുത്തിയ. മക്കത്തെ മുശ്രിക്കീങ്ങളിടൽ എന്തിനാക്കണം ചെന്നിട്ട് പിടുത്തമില്ലാണ്ട് നബി തങ്ങളിക്കുമ്പോൾ ആ നബി തങ്ങു ദീന് ചൊല്ലുകൊള്ള ഏറ്റവും വലിയ എനർജി ഇട്ട് കൊടുത്തവനാണ് അല്ലാഹ്. ഖുർആൻ ഇറക്കിയിട്ട് ആ ഖുർആൻ മക്കത്തെ മുശ്രിക്കീങ്ങളെ മുന്നലു ജോർ ശബ്ദത്തിൽ ഓതുകൊള്ള താക്കത്ത് കൊടുത്തവനാണ് അല്ലാഹ്. അതേ മക്കത്തിൽ കാണ്ട പർവ്വതത്തെ മുന്നല് പോയിട്ട് മക്കത്തെ ആൽമാരെയും കൂട്ടിയിട്ട് അല്ലാഹു ചൊല്ല ഇലാഹുണ്ട് എന്നിട്ട് പരിചയപ്പെടുത്തുകൊള്ളെ
താക്കത്ത് കൊടുത്തവനാണ് അല്ലാഹ്. മക്കത്തെ മനുഷ്യന്മാരുടെ നിന്നിട്ട് നബി തങ്ങൾ കുടിയനായില്ല, വ്യഭിചാരിയായില്ല, ഏതരമാവുന്നൊരു ആരാധിക്കട ആളായില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ സാധാരണ അറബിങ്ങ ലാല് ചൊല്ല പദം പ്രയോഗിക്കടെ മറുഭൂമിയിൽ നിൽക്കടെ വലിയൊരു മരത്ത് ഒരേ മരം, ഒരു മറുഭൂമിയിൽ നല്ല പച്ച പിടിച്ചിട്ടുള്ളൊരു മരമുണ്ട്. ആ മരത്ത് കാണാൻ അറബിങ്ങ സാധാരണ ലാല്ലാണ്ട് ചൊല്ലേ. എന്തേ കാരണം? നിങ്ങൾ നോക്കറൂ, ഒരു മറുഭൂമിയിൽ ഏതുമില്ലാത്ത ജാഗത്ത് ഒരു പച്ച പിടിച്ച മരമുണ്ട് കൊണ്ട് കണ്ടെങ്കിൽ ആ മരുഭൂമിയുടെ തെരുവിൽ യാത്ര പോണ്ട ആൽമാർക്ക് വലിയൊരു സന്തോഷമാണത്, വലിയ സമാധാനമാണത്. അവിടെ പോയൊന്ന് റെസ്റ്റ് എടുക്കുക വിടും, അവിടെ പോയിട്ടൊന്ന് തണൽ അനുഭവിക്കുക വിടൂ, അവിടെ പോയി അതേ വണ്ടകുള്ള ആഹാരം കൊടുക്കുക വിടൂ. നല്ല ചൂട് പിടിച്ച നാളിൽ ആ മരത്ത് ഉപകാരമൊന്നും നിങ്ങൾ ആലോചനാക്കി നോക്കൂ മുഅ്മിനീങ്ങളെ. എങ്കിൽ അറേബ്യൻ മനുഷ്യന്മാരുടെ അതുപോലെ മരമായി വന്ന നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങൾക്ക് കിട്ടിയ ഈമാനില്ലേ, ആ നബി തങ്ങോ കിട്ടിയ ശരീഅത്ത് ഇൽമില്ലേ, ആ നബി തങ്ങോ കിട്ടിയ അല്ലാഹുവിന്റെ വിജ്ഞാനമില്ലേ, അറബികളെ മുന്നലും മുശ്രിക്കീങ്ങളെ മുന്നലും അതൊന്നു ചൊന്നു കൊടുത്തു. ഫായിദെടുക്കിടാൽമാർ പലരും ഫായിദെടുത്താറ്. ലക്ഷക്കണക്കിലുള്ള സ്വഹാബത്ത് ആ മണ്ണിൽ ബൽഞ്ഞി വന്നാറ്. അതാണ് നബി തങ്ങളെ മരുഭൂമിയിൽ നിൽക്കടെ പച്ച മരം പോലെയാണ് നിങ്ങൾ അല്ലാഹു തആല മനസ്സിലാക്കിയേ. അതുകൊണ്ട് ഫഹദാ, നിങ്ങളെ കാരണം കൊണ്ട് പലരെയും അല്ലാഹു തആല ഹിദായത്താക്കിയ. സുബ്ഹാനല്ലാഹ്. പിന്നെയും മഹാന്മാർ ചൊന്നാറ് ചൊന്നെങ്കിൽ നബി തങ്ങൾ ചെറിയ പ്രായത്തിൽ ഒന്നും കൊന്തില്ലാത്തൊരവസ്ഥയും തല്ലേ. ആ അവസ്ഥയിൽ സുബ്ഹാനല്ലാഹ്, ആ അവസ്ഥ തൊട്ട് നബി തങ്ങൾക്ക് എല്ലാം അറിയുന്നൊരവസ്ഥക്ക് തീർത്ത ആളാരാണ്? അല്ലാഹു തആലയാണ്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഉമ്മയുടെ ബൈത്തര പുറത്തു പറയുമ്പോ ഇവിടെ ആറുകും എന്തും കൊന്തില്ലാത്ത അവസ്ഥമല്ലേ. എങ്കിൽ പിന്നെ മനുഷ്യരൂപത്തിലായി പരിപൂർണമാക്കി തീർക്കണവനാരാണ്? അല്ലാഹുവാൻ. മനുഷ്യക്ക് വെറും തടിയുന്നെങ്കിൽ മയ്യ, മനുഷ്യക്ക് വെറും അതേ ബുദ്ധിയുന്നെങ്കിൽ മയ്യ, മനുഷ്യക്ക് വെറും ചന്തയുന്നെങ്കിൽ മയ്യ. മനുഷ്യയുടെ തടിക്ക് ഏറ്റവും സൗന്ദര്യം കൊടുക്കുന്നതല്ലേ അവൻ്റെ ഇൽമുങ്ങ, അള്ളാഹുവിടെ കുറിച്ചുള്ള ഈമാനുങ്ങ, അള്ളാഹുവിടെ കുറിച്ചുള്ള അറിവുങ്ങ. തടിയുണ്ടോ ഈമാനില്ല, ചന്ത ഉണ്ടോ അള്ളാഹുവിടെ അറിവുങ്ങ ഇല്ല, നിഅമത്തുങ്ങ ഉണ്ടോ അതേ അതേ ഈമാന്റെ വിഷയമേ അവന് കൊന്തില്ല. എങ്കില്ല മനുഷ്യ ചത്ത മയ്യിത്ത് പോലെയല്ലേ. എന്തെങ്കിലും ഉപകാരം അവൻ്റെ കൊണ്ടുണ്ടാ മുഅ്മിനീങ്ങളെ? അവന് എന്തെങ്കിലും ഉണ്ടാ? അവന് തീന്നു പോകലോട് കൂടെയെല്ലാം തീന്നു പോയില്ലേ? അതേ ടൈമിൽ നബി തങ്ങു നല്ല മനുഷ്യരൂപം കൊടുത്ത പടച്ച റബ്ബു അതിറാണ്ടി അപ്പുറമുള്ള ഇൽമ അല്ലാഹു കൊടുത്താ, നല്ല ഈമാൻ പടച്ച റബ്ബ് കൊടുത്താ. ആ ഹിദായത്തും മാരിഫത്തും ബുദ്ധിയും വെച്ചിട്ട് നബി തങ്ങളതേ അറബി മനുഷ്യന്മാരെ, അതേ എങ്ങനത്തെ മനുഷ്യന്മാരാണ്? വറട്ടു മനുഷ്യന്മാരെ നല്ല ബുദ്ധി കൊണ്ടും വിജ്ഞാനം കൊണ്ട് ഈ ദീനിക നബി തങ്ങൾ വിളിച്ചിട്ട് മുഅ്മിനീങ്ങളെ അത് നബി തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത പവരാൻ. പിന്നെ മഹാന്മാർ ചൊന്നാറ് നബിയേ നിങ്ങൾ എല്ലാ നിലക്കും ആശ മുറിഞ്ഞ ആളായിട്ടിന്നാറ് ചൊന്നെങ്കിൽ നബി ചൊല്ലൊരു പദവിയില്ലേ, നുബുവത്ത് ചൊല്ല പദവി, അത് കിട്ടിട്ട് നിങ്ങൾ മനസ്സിൽ പോലും വേറച്ചിട്ടില്ലെന്ത്? എന്തേ കാരണം? അണ്ടത്തെ യഹൂദിങ്ങ ചൊന്നോണ്ടിന്നാറ്, അണ്ടത്തെ നസാറാക്കന്മാർ ചൊന്നോണ്ടിന്നാറ് നുബുവത്ത് ഞങ്ങളെ രാജ്യത്തിൽ കിട്ടുള്ളത് ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ നോക്കുമ്പോ കിട്ടിപ്പോയതാറുകാണ്. കിനാവുൽ പോലും ആ സ്ഥാനം കിട്ടല ചൊന്നിട്ട് വേർച്ച് നിങ്ങൾക്കാണ് നബിയേ.
അതാണ് വവജദക ളാല്ല, എന്തുമില്ല ചെന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിട്ടിന്നാറ്. പക്ഷേ ഫഹദാ, നിങ്ങൾക്ക് നുബുവത്ത് ചൊല്ല വലിയൊരു സ്ഥാനം തന്നവനു അല്ലാഹുവാൻ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വമാണിത്. മഹാന്മാർ പിന്നെയും ചൊന്നാറ്, നബിയേ വവജദക ളാല്ലൻ അനിൽ ളാല്ലീന മുൻഫരിദൻ അൻഹും മുജാനിബൽ ലിദീനിഹിം. നബിയേ, അത്രയും ആളുമാർ നിങ്ങളുടെ ചെയ്യിക്കുമ്പോ നിങ്ങളെ ചുറ്റു നിങ്ങളെ കുടുംബത്തങ്ങ ഉള്ളാറ്, നിങ്ങളെ ഫ്രണ്ട് സർക്കിളുണ്ടു, എത്രമാ നിങ്ങളെ പരിചയമുള്ള ഇഷ്ടം വെക്കിടാൽമാരുള്ളാറ്, എല്ലാരും പോയി ബിംബത്തുക്ക് സുജൂദിടുമ്പോ, എല്ലാരും പോയി ചാവുകൊന്ന് കള്ളു കുടിക്കുമ്പോ, അനൈതികമായിട്ടുള്ള സംബന്ധത്തിൽ ഏർപ്പെടുമ്പോ, നബിയേ അതിരെ എല്ലാത്ത തൊട്ടും നിങ്ങളെ കാത്തവനു അല്ലാഹുവാൻ. കാത്താണ്ട് മാത്രമല്ല, നിങ്ങളെ കാരണം കൊണ്ട് കള്ളുകുടി വിട്ടുവന്നില്ലേ സ്വഹാബത്തുങ്ങ, നിങ്ങളെ കാരണം കൊണ്ട് വ്യഭിചാരം നിപ്പാട്ടില്ലേ സ്വഹാബത്തുങ്ങ, നിങ്ങളെ കാരണം കൊണ്ട് പിന്നേതേ അല്ലാഹു അല്ലാത്തവരാളും തലഭാഗു സ്വഹാബത്ത് പോയില്ലല്ലേ നബിയേ. നബി തങ്ങളുടെ മഹത്വമാണ് മുഅ്മിനീങ്ങളെ. പിന്നൊരു സംഭവം കൂടി നബി തങ്ങളുടെ ജീവിതത്തിൽ നടന്നില്ലേ? അതേ മസ്ജിദുൽ ഹറാമുള്ള കാബത്തുക മുന്നിട്ടാണ് നബിതങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരുന്നേ. അള്ളാഹുടെ വാർഡർ ബന്ദ്. ഇനി അതേ കാബത്തുക തിരിഞ്ഞ് നിസ്കരിക്കുക തീറാ. ഇനി നിസ്കരിക്കാനായത് ബൈത്തുൽ മുഖദ്ദസ് മുന്നിട്ടിട്ടാണ്. നബിതങ്ങ വല്ലാത്ത ബേജാറായി പോയ ടൈമാണത്. ഒരപ്സെറ്റായ ഒരു ടൈമിന്ത്. ആ ടൈമിടെ അല്ലാഹു ഇല്ലാണ്ടാക്കിയ ഫഹദാ, പിന്നെയും കാബത്തുക തിരിഞ്ഞ് നിസ്കരിക്കുകയും അല്ലാഹു നബി തങ്ങളൊട്ട് ചൊന്നില്ല, നബിയേ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ, നബിക്കേത് ഖിബ്ലമായി ഇഷ്ടം ആ ഖിബ്ലക നബിയേ നിങ്ങ മുന്നിട്ട് നിസ്കരിക്കറൂ ചൊന്ന് രാജാവല്ലേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഞങ്ങളുടെ ചെറിയ ഭാഗ്യമെന്തുമല്ല, ഞങ്ങൾ വല്ലാത്ത ഭാഗ്യമുള്ള ആൽമാരാണ്. റസൂലുള്ളാഹി എല്ലാം ആക്കിക്കൊടുത്ത രാജാവാണ് അല്ലാഹ്. ആ നബി തങ്ങൾ ചൊന്ന ഏറ്റവും വലിയ ധൈര്യത്തെ പലകമുണ്ടു. ഇന്ന ശഫാഅതി ലിഅഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, നന്റെ ശഫാഅത്ത് നാളെ ആഖിറത്തിൽ നന്റെ ഉമ്മത്തിൽപ്പെട്ട് വലിയ വലിയ ദോഷാക്കിയ ആൽമാറുക. റസൂലുള്ളാഹിയുടെ പവറാണ് മുഅ്മിനീങ്ങളെ. ആ നബി തങ്ങളെ മഹത്വം സമ്പൂർണ്ണമായി ചൊല്ല സൂറത്താണ് സൂറത്തുൽ ദുഹാ. ആ നബി തങ്ങൾക്ക് പേനായിട്ട് അല്ലാഹു ഖിബ്ല തിരിച്ചു കൊടുത്ത റസൂലുള്ളാഹിക്ക് എന്തൊരു ഇഷ്ടമുണ്ട് അതുപോലെയാണ്. ബാക്കി നബിമാർക്ക് അങ്ങനല്ല. അള്ളാഹുക്ക് എങ്ങനെ ഇഷ്ടമുണ്ട് അങ്ങനെ വേണം. അതേ ടൈമിൽ അല്ലാഹു തആല ഇപ്പുറത്തെ ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായി അതിൽ കണക്കിലെടുക്കടേ. നബി തങ്ങൾ ഇഷ്ടം എന്തിനുണ്ടോ അത് അള്ളാഹു സ്വന്തം ഇഷ്ടമായിട്ടാണ് എടുക്കടേ. ബാക്കി അമ്പിയാവും ബാക്കി ഔലിയാവും അള്ളാഹുടെ ഇഷ്ടം എന്തിനുണ്ടാ അതുപോലെ നടക്കടേ. അതേ ടൈമിൽ അള്ളാഹുവ റസൂലുള്ളാഹിന്റെ ഇഷ്ടം എന്തിനുണ്ടോ അതുപോലെയാണ് നബി തങ്ങൾക്ക് അള്ളാഹു ആക്കി കൊടുക്കടേ. സുബ്ഹാന ജല്ല ജലാലുഹു. പിന്നെ ഈ മഹാന്മാർ ചൊന്നാർ വവജദക ളാല്ലൻ, നബിയെ നിങ്ങൾക്ക് ഫസ്റ്റ് ഖുർആന്റെ ആയത്ത് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അത് എത്തുപാട്ടിയ ആളാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അയാൾ ഫസ്റ്റ് വന്നിട്ടാവും നിങ്ങൾ പേടിച്ചിന്നാർ നബിയെ. അയാളെ ಬಗ್ಗೆ നിങ്ങൾ പരിചയമില്ലെന്ന്. വവജദക ളാല്ലൻ, ജിബ്രീലിൻ്റെ പരിചയമില്ലാത്ത ആളായിട്ടാണ് നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടിന്ന്. ഫഹദാ, പിന്നെ നിങ്ങൾ ജിബ്രീലിനെ നിങ്ങൾ പരിചയപ്പെടുത്തി തന്ന. സുബ്ഹാനല്ലാഹ്. ജിബ്രീൽ നബി അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തിയാൽ പിന്നെ നബിയും ജിബ്രീലും വല്ലാത്ത ഫ്രണ്ട്ഷിപ്പ് വന്നു പോയില്ലേ മുഅ്മിനീങ്ങളെ. ജിബ്രീൽ അലൈഹിസ്സലാമും നബി തങ്ങൾക്കും എത്ര വലിയ ബന്ധമാണ് അവിടെ ഇന്ന്. പിന്നെ മഹാന്മാർ ചൊന്നാർ നബിയെ വവജദക ളാല്ലാ, നിങ്ങളെ നങ്ങ മനസ്സിലാക്കിയ നബിയേ ളാല്ലാ, വലിയ മഹബ്ബത്തുള്ള ആളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ, അള്ളാഹുടെ പിർസംബയ്ക്കിട ആളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ, ഫഹദാ, അള്ളാഹുടെ പിർസബയ്ക്കിട ആളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിൽ പിന്നെ
അതേ അള്ളാഹുടെ ഇനിയും ഇനിയും അടുക്കുകൊള്ള അതേ ശരീഅത്ത് ഇൽമുങ്ങ നിങ്ങ പടിപാടി തന്ന നബിയേ നിങ്ങ മഹബത്ത് വെച്ചത് നണ്ടതാണ്. അപ്പോൾ നണ്ടൊട്ടിಗೆ ഇനിയും ഇനിയും അടുക്കുകൊള്ള തെരുവാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അത് നിങ്ങ പടിപാടി തന്ന നബിയേ. സുബ്ഹാനല്ലാഹ്, എത്ര തഫ്സീറാണ് മഹാന്മാർ ചൊന്നേ. പിന്നെയും ചൊന്നാറ് നബിയേ നിങ്ങളെ അതാ അല്ലാഹുവായിട്ട് നിങ്ങൾ എത്തിയ ചൊന്നെങ്കിൽ നിങ്ങൾ വലിയ ഉപദ്രവം തൊന്തരങ്ങം സഹിക്കട ആളായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കിയേ. എത്ര ഉപദ്രവമാണ് കാഫിരീങ്ങാക്കിയേ. നിസ്കരിക്കുക പോലും വിട്ടില്ല, ഔത്തുല് ദയ്ക്കുക പോലും വിട്ടില്ല, പുറത്തിറങ്ങുക പോലും വിട്ടില്ല. എവിടുത്തോലും നിങ്ങളെ എതിർത്താറങ്ങ നിങ്ങൾക്കതേ ആഹാരം തരകു തീറാ ചെന്നിട്ടുള്ള ബാൻ പോലും ഫത്വ പോലും അങ്ങ് കൊടുത്തില്ല നബിയേ. ഇതെല്ലാം നക്കുവേനായിട്ട് നിങ്ങൾ സഹിച്ചില്ല നബിയേ. പക്ഷേ നിങ്ങളെ ഈ എല്ലാ സഹനങ്ങളും കണ്ടനാണ് ഫഹദ നിങ്ങൾക്ക് നല്ല ശക്തിനാണ് തന്നില്ല നബിയേ. എങ്ങനത്തെ ശക്തിയാണ് തന്നേ? ഒരു കാലത്ത് അങ്ങ് ചെന്നതുപോലെ നിങ്ങൾ അതേ അനുഭവിക്കണോ സഹിക്കണോണ്ട് വന്നിട്ടിന്നെങ്കിലും ഇനൊരു കാലം നിങ്ങൾക്ക് വന്ന് അണ്ട് മക്കത്തെ രാജാവ് നിങ്ങാണ്, അണ്ട് മദീനത്തെ രാജാവ് നിങ്ങാണ്, അണ്ട് എല്ലാ അറബികളെയും രാജാവ് നിങ്ങാൻ. അത്രയും നല്ല ശക്തി നിങ്ങൾക്ക് തന്നാ. സുബ്ഹാനല്ലാഹ്. പിന്നെയും മഹാന്മാർ ചൊന്നാറ് വവജദകല്ലാഹ് നബിയെ ആകാശങ്ങളെ ಬಗ್ಗೆ ನೀವು ಗೊಂತಿಲ್ಲಂತೆ ಆ ಗೊಂತಿಲ್ಲ ಚೊಳ್ಳೆ ವಿಷಯ ನಾವು ಗೊಂತಾಯಿಲ್ಲ ನಬಿಯೇ. അപ്പോളതാ ഫഹദാ നിങ്ങൾക്കുപേനായിട്ട് ആകാശത്തൊന്ന് പരിചയപ്പെടുത്തുകൊള്ളേ ഒരു നല്ലൊരു ജർണി ഞങ്ങൾ അതേ റെഡിയാക്കിയില്ലേ. ആ ജർണിയുടെ പേരല്ലേ മേറാജ്. ഇസ്രാ മേറാജ് ചൊല്ല ജർണി. സുബ്ഹാനല്ലാഹ്. അതോടുകൂടെ ആകാശലോകമെല്ലാം നബിയെ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ. സുബ്ഹാന ജല്ല ജലാലുഹു. നബിതങ്ങൾ പോവാത്ത ഗ്രഹങ്ങളുണ്ടാ, നബിതങ്ങൾ എത്തിപ്പെടാത്ത ലോകമുണ്ടാ, നബിതങ്ങൾ കാണാത്തൊരു ജാഗമുണ്ടാ. ഈ ലോകത്തിലും ആകാശലോകത്തിലും സകല ഭാഗം പരിചയമുള്ള നേതാവല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ നബിതങ്ങളിവിടെ എന്തെല്ലാം ചെന്നുപോയിത്താ അതിരാർക്കും ഇക്കാലം വരെ തിരുത്തുക സാധ്യമായില്ല. ഒരു കാലത്ത് നബിതങ്ങളെ പല നിലക്കും ആക്ഷേപിച്ചിട്ടിന്നെങ്കിലും പിന്നെയൊരു കാലത്ത് ഈ ലോകത്ത് വന്ന സകല ബുദ്ധിജീവികം നബിതങ്ങളെ റൈറ്റ് വെച്ചതല്ലേ കണ്ട്, 100 പാസ്സാക്കിയതായിട്ടല്ലേ കണ്ട്. നബിതങ്ങളെ ആരോഗ്യമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസ് നോക്കറൂ, നബിതങ്ങളെ സമാജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസ് നോക്കറൂ, നബിതങ്ങളെ ഖഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഹദീസ് നോക്കറൂ, നബിതങ്ങളെ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഹദീസ് നോക്കറൂ, നബിതങ്ങളെ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ഹദീസ് നോക്കറൂ, നബിതങ്ങളെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഹദീസ് നോക്കറൂ. സുബ്ഹാനല്ലാഹ്. ഒരു രാജ്യത്തെ എങ്ങനെ നടപ്പാട്ടണം ചൊല്ല രാജകീയവുമായി ബന്ധപ്പെട്ട ഹദീസ് നോക്കറൂ. ഇതുപോലെ ലോകത്തിൽ 100 ക്രമം പോലെ പടിപാടി തന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാണ്ട് ഈ ലോകത്തിൽ ആരുള്ളാറ് മുഅ്മിനീങ്ങളെ. ആ നബിതങ്ങൾ പടിപാട്ടാത്തൊരു വിഷയം ഈ ലോകത്തുണ്ടാ. എല്ലാ ടെസ്റ്റ് ട്യൂബിയുടെ ബഗ്ഗയും എല്ലാ ക്ലോണിങ്ങുടെ ബഗ്ഗയും എല്ലാ സകല വിജ്ഞാനത്തെ ബഗ്ഗയും അതേ സൂചനം തന്നുപോയ നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബാക്കി ദീനും ഈ ദീനും ഒന്ന് എടുത്തു നോക്കൂ. എന്തൊരു നല്ല ദീനാണ് ഈ ദീന്. കള്ള് ഹറാമാക്കിയ ദീനാണ് ഈ ദീന്. വ്യഭിചാരം ഹറാമാക്കിയ ദീനാണ്. അന്യ പെണ്ണിടെ കണ്ടത് ഹറാമാക്കിയ ദീനാണ്. റിബാ ബഡ്ഡി ഹറാമാക്കിയ ദീനാണ്. എന്തേ കാരണ? അതിനെ ഓരോ ദുരന്തങ്ങളും ഉണ്ട് കണ്ടുകൊണ്ടുണ്ടു. ആ ദുരന്തത്തിലെല്ലാം പ്രധാനമായി കാരണം അവിടേതാണ് കള്ളല്ലേ, ഡ്രഗ്സിങ് അല്ലേ, മനുഷ്യരുടെ ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്നതല്ലേ,
അതേ പലരും ഇവിടെ തെറുതപ്പി പോകില്ലേ? കാരണം എന്താണ്? പെണ്ണല്ലേ. പലരും ഇവിടെ ആർത്തികമായിട്ട് നഷ്ടമനുഭവിക്കുകയില്ലേ? കാരണം എന്താണ്? ബഡ്ഡിയല്ലേ. ഇതിനെയെല്ലാം നഖശിഖാന്തമായി ഈ ലോകത്ത് എതിർത്ത് കാട്ടിത്തന്നെ, പടിപാട്ടിത്തന്നെ, അതിലെ ദുരന്തകം മനസ്സിലാക്കി തന്ന നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വവജദക ളാല്ലൻ ഫഹദാ. നബിയേ, നിങ്ങൾക്കെല്ലാം ഞങ്ങൾ പടിപാട്ടിത്തന്ന നിങ്ങളൊരു അന്വേഷിയായിട്ടാണ് വന്നത്. ഇൽമുടൊട്ടിಗೆ വലിയ താകമുള്ള ആളായിട്ടാണ് വന്നത്. നണ്ടൊട്ടിಗೆ വലിയ മഹബത്തുള്ള ആളായിട്ടാണ് വന്നത്. അതേ നണ്ട ಬಗ್ಗೆ അറിയുകയാണ് നിങ്ങൾ വന്നത്. ദീന്റെ ಬಗ್ಗೆ വല്ലാത്ത താല്പര്യമുള്ള ആളായിട്ടാണ് വന്നത്. ആ താല്പര്യമുള്ള ആളുകതേ അള്ളാഹു തെരുവാപ്പനാക്കി കൊടുത്ത ഫഹദാ, ഓപ്പനാക്കി കൊടുത്തവൻ അല്ലാഹു ആയതുകൊണ്ട് അത് വല്ലാണ്ട് വിശാലമായ ഓപ്പനായി പോയിട്ട്, അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ പോലെ ഈ ലോകത്തിൽ ഇൽമുള്ള ഇനൊരാളില്ല. സകല ഇൽമും നബി തങ്ങൾ കിട്ടിപ്പോയിട്ട്. എന്നിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ പിന്നൊരു ആയത്തിൽ നബി തങ്ങളെ പിന്നൊരു കഷ്ടത്തെ ബഗ്ഗയും ചൊല്ലെ വവജദക ആയിലൻ ഫഅഗ്നാ. അല്ലാഹു തആല നബിയെ നിങ്ങളെ കണ്ട എങ്ങനെയാണ് കണ്ടേ? ആയില, ഒന്നും കയ്യിലില്ലാത്ത ആളായിട്ടാണ് കണ്ടേ. ആരും നോക്കുകയില്ലാത്ത ആളായിട്ടാണ് കണ്ടേ. ഈ കണ്ട റബ്ബ് ആ നബി തങ്ങൾ ഏറ്റെടുത്തില്ലേ? ഫഅഗ്നാ. നബിയെ, നിങ്ങളെ മനസ്സ് അല്ലാഹു നിറച്ചു തന്ന, നിങ്ങളെ കൈ അല്ലാഹു നിറച്ചു തന്ന. അതിക്ക് പല കാരണങ്ങൾ മഹാന്മാർ ചൊന്നാറ്. അല്ലാഹു തആല നബി തങ്ങളെ മനസ്സ് നിറച്ചതും അതുകൊണ്ട് അതേ നബി തങ്ങളെ കൈ നിറച്ചതും അഗ്നാഹു ബി തർബിയത്തി അബീ ത്വാലിബ്, മൂത്താബയായ അബീ ത്വാലിബില്ലേ, അബീ ത്വാലിബ് അതേ നബി തങ്ങളെ നോക്കുക വന്നില്ലേ. അബ്ദുൽ മുത്തലിബ് ചൊല്ലെ അബ്ബടെ അബ്ബ മരിക്കുന്ന ടൈമിലു അബൂ ത്വാലിബിയുടെ കയ്യിൽ നബി തങ്ങളെ കൊടുത്തില്ലേ. അബൂ ത്വാലിബ് അതേ സ്വന്തം മക്കളാണ്ടിയാറ ബംഗാറ് പോലെ നബി തങ്ങളെ തയുടെ ഒരു രോമത്തുക പോലും നമ്പലാവാത്തത് പോലെ നോക്കി നടന്ന മഹാനാണ് അബൂ ത്വാലിബ്. നബിതങ്ങളതേ നബുവത്ത് കിട്ടത്തോലും ആ നബിതങ്ങൾക്ക് വലിയ ആശ്രയവും തണലും ധൈര്യവുമായിട്ടിന്ന് നേതാവാണ് അബൂ ത്വാലിബ്. സുബ്ഹാനല്ലാഹ്, അബൂ ത്വാലിബ് നഷ്ടപ്പെട്ടില്ലേ? നബിതങ്ങൾ വല്ലാണ്ട് ബേജാറായില്ലേ? ഇടയ്ക്കൊരു സംഭവം നടന്നില്ലേ? അബൂ ത്വാലിബ് ജീവിച്ചിക്കുന്ന ടൈമിലും അതേ മക്കത്തെ ശത്രുങ്ങ വന്നു ചെന്നാർ അബൂ ത്വാലിബെ യാറായോണ്ടുണ്ടു, നിന്റെ അതേ ഇല ഉണ്ടെ മോണ്ടെ ഉപദ്രം യാറായോണ്ടുണ്ടു. ആ മോണ്ടെ മാത്രം നീ തടഞ്ഞു വെച്ചില്ലാണ്ട് കണ്ടെങ്കിൽ നിക്കനങ്ങ ബഹിഷ്കാരാക്കുവാ, ആ മുഹമ്മദിനങ്ങ കൊല്ലുവാ. അബൂ ത്വാലിബ് പേടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ ചൊന്നില്ലേ, മോനെ നീ ഔത്തുറുക നിന്നിട്ട് ദഅവത്താക്കിയെങ്കിലുമേ ഔത്തര പറത്തു പോനുണ്ടില്ലല്ലേ മോനെ. അതേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങു അണ്ടബൂ ത്വാലിബ് അല്ലാണ്ട് ഒരാളും ആശ്രയം കൊടുക്കുകയില്ല. പക്ഷേ പടച്ച റബ്ബുടെ ദീന് പൊട്ടിട്ട ഒരാശ്രയം അബൂ ത്വാലിബിയുടെ മുഖം നോക്കി നബി തങ്ങൾ ചൊന്നില്ലേ, കുഞ്ഞാബാ മുത്താബാ, നിങ്ങൾ ആശ്രയം കിട്ടില്ലെങ്കിലും സാരമില്ല, നക്ക് ദഅവത്താക്കിയേ തീരൂ. അല്ലാഹു മനുഷ്യന്മാരെ വിളിക്കണു, അത് നക്കുള്ള കർത്തവ്യമാണ്. അതാക്കാണ്ട് നക്കുമുണ്ട് ദയിക്കുക സാധ്യമല്ല. കുറേ അബൂ ത്വാലിബ് അപ്പുറം ഇപ്പുറം ചർച്ചയായിട്ട് അവസാനം അബൂ ത്വാലിബ് മനസ്സില്ലാത്ത മനസ്സോടെ ചന്തു, മോനെ എങ്കിൽ രണ്ടൗത്തിൽ നീ നിക്കണ്ട മോനെ. അബൂ ത്വാലിബും അതേ നബിതങ്ങളുമായി വല്ലാത്ത ബന്ധമാണ്. ആ ചെറിയ മോനു സുബ്ഹാനല്ലാഹ് അബ്ബയില്ലാണ്ട് വളർന്ന മോനു ദഅവത്താക്കിയതിന്റെ പേരിൽ ഔത്തുര പുറത്തു പോകുമ്പോൾ തൻ്റെ അതാ ഔത്തുറുൽകത്തെ എല്ലാ സാധനങ്ങളും കെട്ടാക്കിയിട്ട്
കുഞ്ചിലിങ്ങനെ വെച്ചിട്ട് പുറത്തു പോകുമ്പോ നബിതങ്ങളെ കണ്ണിലിങ്ങനെ തന്നി പിറകു തുടങ്ങിത്ത്. അബൂ ത്വാലിബിയുടെ കണ്ണിലും അതേ ധാരാകാരമായി തന്നിലിയകു തുടങ്ങിത്ത്. അബൂ ത്വാലിബ് ചൊല്ലെ മുതാബകു സലാമും ചൊന്നിട്ട് നബിതങ്ങൾ അതേ കുറേ ദൂരം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ബായിൽഡ് അർഗുലും നിന്നിട്ട് അബൂ ത്വാലിബ് അതേ സ്വന്തം മോനായ എലവുണ്ട മോനായ നബിതങ്ങൾ ഇങ്ങനെ ദൂരത്തിൽ നോക്കിക്കൊണ്ടുണ്ടു. മനസ്സ് പൊട്ടിപ്പോയിട്ട് ജോറ് വിളിച്ചു ചന്തു, യാ മുഹമ്മദ് എവിടെയും പോവണ്ട, നന്റെ കൂടെ നിന്നിട്ട് അതേ ഔത്തര പുറത്തും വന്നിട്ട് നീന് ദാവത്താക്ക്, നന്റെ എല്ലാ സപ്പോർട്ടും നിക്കുണ്ട് മോനെ. നബിതങ്ങളെ സകല കഷ്ടകാലത്തും താങ്ങിയ അബൂ ത്വാലിബ് മരണപ്പെട്ടു പോയിട്ടാവുമ്പോ അല്ലാഹു കൈവിട്ടില്ല. പിന്നെയാണ് അല്ലാഹു തആല നബിതങ്ങളെ കൈ നുറക്കിടെ അഗ്നാഹുല്ലാഹു ബിമാലി ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹായുടെ സമ്പത്ത് കൊണ്ടാണ് 3 വർഷകാലം ശുഅബ് അബീ ത്വാലിബ് ഇലത്തിണ്ട് ജീവിക്കാനായ അവസ്ഥ വന്നിട്ടാവുമ്പോ അണ്ടത്തനാല് എല്ലാ സമ്പത്തും ദാനം വെച്ച മഹദിയാണ് ബീബി ഖദീജ. സുബ്ഹാനല്ലാഹ്. നബിതങ്ങൾ ഖദീജ ബീവിയുടെ മുട്ടം വന്ന് ചെന്നില്ലേ, വലിയ ടെൻഷനിലാണ് നബിതങ്ങളെ കണ്ട്. ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് കേട്ടിട്ട്, നബിയേ നീ എന്ത് സംഭവിച്ചു പോയിട്ട്? നബിതങ്ങൾ ചൊന്ത സമാനു സമാനു ഖഹത്തിൻ, ഓ ഖദീജ ഈ കാലം ക്ഷാമം പിടിച്ച കാലമായി പോയിട്ട്, തിന്നുക കിട്ടാത്ത കാലമായി പോയിട്ട്. അതേ ഫഇന്ന ബദൽതുൽ മാല യൻഫുദു മാലകി മാലുകി. നണ്ട മുട്ട പലരും നണ്ട സ്വഹാബത്ത് ആളുമാർ പട്ടിണി കിടക്കിടാലുമാർ പല അഗത്യമായി പറമ്പോ നക്ക് ചെലവാക്കുള്ള സമ്പത്ത് നിന്റത് മാത്രമാണ് ഖദീജ. ഫാസ്തഹീ മിൻകി, നിന്റെ പൈസ എടുത്തിട്ട് ഇനടുത്തോ കൊടുക്കരുത്, നിനക്ക് വല്ലാണ്ട് ചെങ്കായോണ്ടുണ്ട് ഖദീജ. വഇല്ലം അബ്ദുല്ല ഖാഫുല്ലാഹ്, ഇനി ഞാനത് കൊടുക്കില്ലാണ്ട് കണ്ടെങ്കിൽ നണ്ട മുട്ടം വന്ന് 1000 കണക്കിലുള്ള സ്വഹാബത്ത് തിരിഞ്ഞു പോകുമ്പോ അല്ലാഹുടെ നാണ് പേടിക്കടേ. അപ്പോഴാണ് ഫദഅതു ഖുറൈശൻ ഫീഹി മുസ്ദിഖ്, ഖുറൈശികളായ ആൽമാരെ വിളിച്ചിട്ട് ഖദീജ ബീവി ചൊല്ലു, അതേ നണ്ട എല്ലാ സമ്പത്തും നാനുടെ റാശിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലു, അണ്ട് ഖദീജ ബീവി റാശിയിട്ട് സമ്പത്ത് എത്ര എന്തുകൊണ്ടുണ്ടാ? ബലഗത് മബ്ലഗൻ ലം യഖബസരി അലാ മൻ കാന ജാലിസൻ ഖുദാമി. നണ്ട മുട്ട തെച്ചോണ്ടിന്ന് നണ്ട മുന്നൊരു തെച്ചോണ്ടിന്ന് ആൽമാരെ പോലും കാണാണ്ടായി പോയിട്ട്. അത്തര സമ്പത്തുകാണ് ഖദീജ റളിയല്ലാഹു അൻഹാ റാശിയിട്ട്. ഞങ്ങളെ ഉത്തരമൊന്നൊരു പണ്ട് ആൽമാർക്ക് 100 റുപ്യ കൊടുക്കുക പരിപ്പറ നോക്കുക ആൽമാരാണ്. ഒരു സ്ഥാപനയുടെ ആവശ്യമായി, പള്ളിയുടെ ആവശ്യമായി പലരും ദീനീ പ്രവർത്തകന്മാർ വരുമ്പോ ഒരു 10 റുപ്യ കൊടുക്കുക അപ്പുറം ഇപ്പുറം നോക്കുക ആൽമാരാണ്. ഞങ്ങൾ റസൂലുള്ളാഹിയുടെ ബേജാറ് കണ്ടിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയുടെ കണ്ണിടതിര് ഇത്രയും സമ്പത്ത് റാശിയിട്ട് പെണ്ണ് വേറൊന്നുമില്ല. അതുകൊണ്ടാണ് 4 സ്വർഗത്തെ ലോകത്തെ എല്ലാ പെണ്ണുങ്ങളെയും നേതാവായി ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ മഹദി അവിടെ എല്ലാവരും ഒന്നിലും ചൊന്തു, ഇഷ്ഹദൂ ഇഷ്ഹദൂ, നിങ്ങളെല്ലാവരും സാക്ഷിയാണ്, അന്ന ഹാദൽ മാല മാലുഹു, ഈ സമ്പത്ത് നണ്ടതല്ല, ഇത് നബിതങ്ങളതാൻ. ഇൻഷാ ഫറഖഹു, വേണമെങ്കിൽ നബിതങ്ങൾക്ക് ഇതാറുകും കൊടുക്കാ. വഇൻഷാ അംസകഹു, വേണമെങ്കിൽ നബിതങ്ങൾക്ക് വെച്ചോളാ. ഇത് നബിതങ്ങുനാണ് ഹദിയാക്കിയ. എന്തൊരു വല്ലാത്ത ധർമ്മമാണ് നടത്തിയേ. അതാണ് ഖുർആൻ ചൊന്ന് വവജദക ആയിലൻ ഫഅഗ്നാ, കയ്യിലൊന്നുമില്ലാണ്ട് ആലായി നബിതങ്ങളെ നിങ്ങൾ കണ്ടിട്ടാവുമ്പോ ഫഅഗ്നാ, നബിതങ്ങളെ നിങ്ങൾ പൈസക്കാരാക്കിയ. ആരെ സമ്പത്ത് കൊണ്ടാണ് പൈസക്കാരാക്കിയേ? സർവ മുഫസ്സിരീങ്ങൾ ചൊന്നാർ ബിമാലി ഖദീജത്തിൽ കുബ്റാ,
ഇത് ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹായുടെ മാല കൊണ്ടാണ് മുഅ്മിനീങ്ങളെ. ഖദീജ ബീവിയും നഷ്ടപ്പെട്ട കാലം വന്നില്ലേ? 50 വയസ്സായിട്ടാവുമ്പോൾ ഖദീജ ബീവി മരണപ്പെട്ടില്ലേ? നബി തങ്ങളെ കൈകാലിയായിത്താ ഇല്ല മുഅ്മിനീങ്ങളെ. അണ്ട് നബി തങ്ങളെ താങ്ങൂ അബൂബക്കറുണ്ടു. നബി തങ്ങളെ സ്വന്തം തടിടാണ്ടിയാറം പ്രസംബിച്ച നേതാവാണ് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹും സുബ്ഹാനല്ലാഹ്. അതേ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെയും കൈകാലിയാവുടെ അവസ്ഥ വന്നില്ലേ? നബി തങ്ങളും അബൂബക്കറിന് സിദ്ദീഖ് ഹിജറ പോയില്ലേ? ആ ഹിജറ പോയിട്ടാകുമ്പോ അവിടെയും നബി തങ്ങളെ കൈകാലിയാവുടെ അവസ്ഥ വന്നില്ല. അവിടെ ആയിരക്കണക്കിലുള്ള അൻസ്വാരിങ്ങ നബി തങ്ങളെ സഹായിക്കുന്നുണ്ടാറ്. പിന്നെ നബി തങ്ങുകതേ പൈസത്തെ ചൊരിയല്ലേ മുഅ്മിനീങ്ങളെ. പിന്നെ കുറെ യുദ്ധങ്ങൾ നടന്നില്ലേ? അവിടെ കുറെ ഗനീമത്ത് സ്വത്തുങ്ങ കിട്ടില്ലേ? ഈ എല്ലാ സമ്പത്ത് കൊണ്ടും നബി തങ്ങൾ വലിയ സമ്പത്തുള്ള ആളായി തീർന്ന്. അൽഹംദുലില്ലാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹി. അൽഹംദുലില്ലാ. ഞങ്ങളെ തങ്ങൾ ഉസ്താദ് എത്തിത്ത് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, നല്ല ആരോഗ്യം, ദീർഘകാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പാടകും അത് കേൾക്കുകയും നമുക്കും തങ്ങൾക്കും തൗഫീഖ് തരട്ട്. അൽഹംദുലില്ലാ. തങ്ങളെത്തിത്ത് ഇനി ഞാൻ നീട്ടത് ശരിയല്ല. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. ഞങ്ങളെ അൽഹംദുലില്ലാ ഞങ്ങളെ ബുർദ ഫൗണ്ടേഷൻ ഇത് 8 വർഷങ്ങൾ കഴിഞ്ഞിട്ട്. പക്ഷേ എല്ലാവർക്കും ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. കാലി ബുർദാവും ഒരു ക്ലാസ് മാത്രമല്ലേ നടന്നുകൊണ്ടുള്ള, വേറെന്തും നടന്നുകൊണ്ടില്ലല്ലേ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറേ സാന്ത്വന കാര്യക്രമം ആക്കിയിട്, കുറേ പാവത്തമാകൂ സഹായിക്കൂ. ഈ ബുർദ ഫൗണ്ടേഷൻ മുന്നിൽ വന്നൊരു സഹായിച്ചത്. അൽഹംദുലില്ലാ. ഇൽമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നല്ലൊരു സേവന ഈ ബുർദ മജ്ലിസ് ആക്കിയിട്. പെണ്ണിങ്ങും അൽഹംദുലില്ലാ ഇപ്പുറത്ത് ക്ലാസ്സിങ്ങ തുടങ്ങിയിട്ട് ഈ തിങ്കളുടെ ക്ലാസ് ജൂലൈ 2 അല്ലേ? ജൂലൈ 2 എല്ലാ പെണ്ണിങ്ങും അതിൽ ഉപകാരമെടുക്കുക, ലാഭമെടുക്കുക. ചൊവ്വാഴ്ച 2 ജൂലൈ 2 ചൊവ്വാഴ്ച 2 10 ഗണ്ടിക ക്ലാസ് തുടങ്ങുന്നത് അല്ലേ? ഇൻഷാ അല്ലാഹ്. നമുക്ക് ബന്ധപ്പെട്ട ഫിഖ് മസ്അലങ്ങ പെണ്ണിങ്ങും എല്ലാ ക്ലാസ്സും ആണിങ്ങെടുക്കാവില്ലല്ലേ? നല്ല പഠിച്ച പെണ്ണിങ്ങുള്ള രംഗമേ ക്ലാസ് എടുക്കുവാറ്. അതേപോലെ ഇൻഷാ അല്ലാഹ് ഈ ബുർദ മജ്ലിസിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട്. ഈ ബുർദ മജ്ലിസ്ക്ക് സ്വന്തമായ ഒരു ജാഗം അകത്യമുണ്ട്. അൽഹംദുലില്ലാ. കഴിഞ്ഞ മദനീയം മജ്ലിസിൽ ಅದಕ್ಕೆ ಕೊರೇ ಆಲ್ಮಾರು ಪಲಕ ತನ್ನರಾರು, ಕೊರೇ ಆಲ್ಮಾರು ಪೈಸ ಎಲ್ದು ಬಾಟಿರಾರು. ಪಡಚ್ಚ ರಬ್ಬದಂಗ ತರಗುಳ್ಳೆ ಆಬದು കൊടുക്കട്ട്, എല്ലാവിധ ഫതഹും അല്ലാഹു തആല കൊടുക്കട്ട്. തറവുക്ക് നല്ല ഉദ്ദേശം വെച്ചങ്ങ ഉള്ളാറ്. അത് കിട്ടിയെങ്കിലേ അൽഹംദുലില്ലാ നമുക്ക് നല്ലൊരു ജാഗം കണ്ടുവെച്ചതുണ്ട്. അതെടുക്കുക സാധിക്കട്, അഡ്വാൻസ് പോലും കൊടുത്തിട്ടായിട്. ഇൻഷാ അല്ലാഹ് എത്രയും വേഗം ആ ജാഗനം എടുക്കണം. തങ്ങൾ ഉസ്താദ് ബനായിട്ട് ദുആർക്കു. എന്നിട്ട് ആ ജാഗത്തിൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു ഇൽമുടെ കേന്ദ്രം പറകുപോണ്ട്. അത് ലാട്ടുപോട്ടായിട്ട് നടത്തുകയല്ല ഉദ്ദേശിക്കടെ, നല്ല നിലക്ക് നടത്തുകയാണ് ഉദ്ദേശിക്കടെ. പടച്ചറബതെല്ലാം ഹൈറായ നിലക്ക് പൂർത്തിയാക്കി തരട്ട്. മോമിനിങ് എല്ലാവരും ആ വിഷയം തലയിൽ വെച്ചൊല്ലു. മൂടുബിദ്ര ഭാഗത്ത് നല്ല ഇനിയും കുറേ വിദ്യാഭ്യാസ കേന്ദ്രത്തെ അഗത്യമുണ്ട്. അൽമഫാസ് അൽഹംദുലില്ലാ നല്ല നിലക്കൂടെ പ്രവർത്തിച്ചുകൊണ്ടുണ്ട്. ഞങ്ങൾ കളസ് ഉസ്താദിലെ ദിക്റ തിയോളജിക്കൽ അക്കാഡമി നല്ല നിലക്ക് പ്രവർത്തിച്ചുകൊണ്ടുണ്ട്. ആ 2 വിദ്യാഭ്യാസ കേന്ദ്രം ഇന്നിട്ടും ആൽമാരെ ബേടിക്ക തീർന്നുകൊണ്ടില്ല. മൂടുബിദ്ര ഭാഗത്തിൽ നല്ലോണം ബേടിക്കുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് ഓരോ ബേടിക്കനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നിൽക്കുക തീറ അതിങ്ങനെ തന്നെ ഒൽകൊടുത്ത പോലെ ഒൽകിക്കൊണ്ട് പോണു. അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രവർത്തിക്കുള്ള നല്ല തൗഫീഖ് തരട്ട്. അതുക്കുള്ള എല്ലാ വായിലും അള്ളാഹു തആല തുറന്നു തരട്ട്. അൽഹംദുലില്ലാ ഞങ്ങളുടെ മജ്ലിസിക്ക് ധാരാളം മുഅ്മിനീങ്ങ മുഅ്മിനാത്തുങ്ങ ഇത്രത്തോളം സഹകരിച്ചിരാറ്. പ്രത്യേകിച്ചും പെണ്ണിങ്ങ അങ്ങ് ನಾವು ಗೊತ್ತಿಲ್ಲ ಅಂಟಮೇ ആർക്കും അറിയിക്കാണ്ടമേ ഈ മജ്ലിസിക്ക് പല സീരണിങ്ങും പല പൈസങ്ങും തന്ന് സഹകരിച്ചിരാറ്. പടച്ച റബ്ബേ ഞങ്ങൾ ഉമ്മമാർക്ക് പെങ്ങമാർക്ക് നീ ആഫിയത്ത് കൊടുക്കണോ അല്ലാ, ദീർഘായുസ് നീ കൊടുക്കണോ അല്ലാ, നിൻ്റെ ദീനി ഖിദ്മാത്തും നിൻ്റെ ദീൻ്റെ ഇൽമുമായി നല്ല മഹബ്ബത്ത് നീ കൊടുക്കണോ അല്ലാ. ഞങ്ങളെയും മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണോ റഹ്മാനെ. ഈ ബുർദ മജ്ലിസിലെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ മുസീബത്തുകളെ തൊട്ടു ഈ മജ്ലിസിലെ സ്നേഹിക്കടെ സർവ്വ ആണിങ്ങും പെണ്ണിങ്ങും അല്ലാഹു തആല
എല്ലാ മുസീബത്തുകളെ തൊട്ട് കാവൽ കൊടുക്കട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു തആല ചൊരിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.